മഴ തോരും മുംബൈയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അലീനയെ സ്റ്റാലിന് വിട്ടുകൊടുക്കാതെ ബാലചന്ദ്രൻ. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, നമ്മുടെ അലീനയെ താൻ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സ്റ്റാലിൻ ബാലചന്ദ്രനെ അറിയിക്കുകയാണ്. ഇതേ സമയം ബാലചന്ദ്രൻ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ സ്റ്റാലിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ നല്ല രീതിയിൽ കൊണ്ടതിന് ശേഷം നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ നിങ്ങൾ കേൾക്കുന്നില്ലേ എന്ന്. അപ്പോൾ ബാലചന്ദ്രൻ ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് പറയുകയും തുടർന്ന് അലീനയെ എപ്പോൾ കൈമാറാൻ സാധിക്കും, എപ്പോൾ എൻ്റെ വീട്ടിലെത്തിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറയുന്നതും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒടുവിൽ ആ സംഭവിച്ചത് തന്നെ നടക്കുന്നു. ബാലചന്ദ്രനെ എത്തിക്കാമെന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയോട് ബാലചന്ദ്രൻ ഈ കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ അലീനയാണെങ്കിൽ അച്ഛൻ ഇഷ്ടപ്പെട്ട സ്ഥലം തന്നെയല്ലേ ഇത്, അച്ഛന് ഞാൻ പോകുന്നതിൽ പ്രത്യേകിച്ച് പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് പ്രശ്നമില്ല മോളെ, നിനക്ക് ഏറ്റവും നല്ല സുരക്ഷിതത്വം ലഭിക്കുന്ന ഒരു സ്ഥലമാണത് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം എങ്കിൽ നമുക്ക് പോകാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോൾ, അല്ല മോളെ എന്ന് പോകണോ നാളെ പോകണോ എന്ന് ചോദിക്കുന്നു. നാളെ പോകണ്ട അച്ഛാ, എനിക്ക് യാത്ര പറയാനൊന്നും സമയവും കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല, മറ്റന്ന് പോകാം എന്ന് പറയുന്നു. ഇതേ സമയം എല്ലാം നിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ നാളെ അലീന വൈശയ്ക്ക് മുൻപിലേക്ക് പോകുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. നാളെ തന്നെയാണ് നമ്മുടെ മനുവിനോടൊക്കെ യാത്ര പറയുന്നത് എന്നും കാണാൻ സാധിക്കും. അങ്ങനെ ഇരിക്കെ ബാലചന്ദ്രനാണെങ്കിൽ നമ്മുടെ അലീനയോട് ചോദിക്കുന്നുണ്ട്, നീ എവിടേക്കാണ് പോയതെന്ന്. അപ്പോഴാണെങ്കിൽ അലീന കൊല്ലപ്പള്ളിയിലേക്ക് പോയതും താൻ മാഡത്തോട് പറയാൻ പോയതാണെന്നും ഒടുവിൽ സഹികേട്ട് സത്യം പറയേണ്ടി വന്നെന്നും പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ എന്തായാലും നന്നായി എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. നീ പോകുന്നതിന് മുമ്പെങ്കിലും അവൾ സത്യം അറിഞ്ഞല്ലോ എന്ന് പറയുന്നു. അങ്ങനെ സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് അലീന എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് ഇറങ്ങാനായിട്ട് പോവുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ബാലചന്ദ്രൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, അലീനെ നിനക്ക് പോകണോ എന്ന്, നിനക്ക് പോകണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അച്ഛാ ഞാൻ പോവാൻ തീരുമാനമെടുത്തതല്ലേ, പിന്നെയും എൻ്റെ തീരുമാനത്തെ മാറ്റിക്കല്ലേ അച്ഛാ എന്ന് പറയുകയാണ്. ഒടുവിൽ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ അലീനയെ കൊണ്ടുവിടാൻ തന്നെ തീരുമാനിക്കുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.